Welcome to Isha's Kitchen. ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ റസിയാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 കിലോ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതെല്ലാം തൊലി കളഞ്ഞെടുക്കാം. ഈ ഒരു ഹൽവ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കൂടുതൽ പഴമൊക്കെ ഇങ്ങനെ ചെറുപഴമൊക്കെ ബാക്കിയിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പഴവും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെറുതെ നമ്മൾ ഒന്ന് അരച്ചെടുത്താൽ മതി. എല്ലാ പഴവും നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ലാസ്റ്റ് അരച്ചെടുക്കുന്ന ആ പഴത്തിൻ്റെ കൂടെ ഞാൻ ഇവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഴം മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയിലായിരിക്കണം, വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കണം. ഇനി അവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 50 ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പോ ബദാമോ ഏതാ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം അത് കുറച്ചൊക്കെ ഉരുളി തന്നെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും കൂടെ മിക്സ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പഴമൊക്കെ നന്നായി ഒന്ന് വെന്ത് വരുന്ന വരെ ആ നെയ്യിലിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തോണ്ട് നല്ല തിക്കായതുകൊണ്ട് ഇങ്ങനെ കട്ടകൾ ഉണ്ടാവും. നമുക്കൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ പഴത്തിലുള്ള കട്ടകളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കിലോ ശർക്കരയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഉരുളിലേക്ക് ആ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ആയി വരണമെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറ്റി വരുന്ന സമയത്ത് ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കയ്യിലേക്കൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പിടുത്ത നീളമുള്ള ചട്ടകം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് അധികം ഉണ്ടെങ്കിലാണ് നമുക്ക് ഹലുവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഉരുളിയിൽ ഒട്ടി പിടിക്കാതെ ഇത് ഇളക്കിയെടുക്കാനും പറ്റുള്ളൂ. ഞാനിപ്പോൾ മൊത്തം 8 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇങ്ങനെ വറ്റി വരാനുണ്ട്. നമ്മൾ നെയ്യ് കുറച്ചും കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കാൻ നല്ല സുഖമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം നെയ്യിൻ്റെ അളവൊന്ന് കുറച്ച് നോക്കിയതാണ്, പക്ഷേ അത് ഉരുളിയിൽ ഒട്ടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയേക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളെ ഹൽവ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഹൽവ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഞാൻ ഇവിടെ ഒരു കേക്ക് ടിന്നിൽ നെയ്യ് പറ്റിയിട്ട് അതിലേക്ക് മാറ്റിയേക്കാണ്. നമുക്ക് 2-3 മണിക്കൂർ വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2-3 മണിക്കൂറിന് ശേഷം ഞാൻ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. അത് നല്ല കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചെറുപഴം കൊണ്ടുള്ള ഈ ഹൽവൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.